അപ്പം ഇന്ന് നമ്മൾ വഴുതന വെച്ചിട്ടൊരു സ്പെഷ്യലായിട്ടുള്ള കറിയാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ചോറിന് കഴിക്കാനായിട്ട് ഒന്നുമില്ലാത്ത സമയങ്ങളിൽ ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. വഴുതന എന്ന് കേൾക്കുമ്പോൾ അധികം ആൾക്കാർക്കും ഇഷ്ടമുണ്ടാവില്ല. കാരണം ചെറുപ്പം മുതലേ എനിക്കിഷ്ടമില്ലാത്തൊരു പച്ചക്കറിയായിരുന്നു വഴുതനങ്ങ. പക്ഷേ ഈ രീതിക്ക് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാനതിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ വഴുതനങ്ങ റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് മസാല പുരട്ടി വെക്കുക. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ അടുപ്പിൽ ഫ്രൈ ചെയ്തത് കൊണ്ട് തന്നെ അത്രയ്ക്കും ഫ്രൈ ആക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഗ്യാസിലാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഫ്രൈ ആക്കാൻ പറ്റും. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം വേറൊരു പാൻ ചൂടാക്കി എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, അതിലേക്ക് സവാള അരിഞ്ഞതും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു മസാല പോലെ തയ്യാറാക്കി വെക്കുക. എന്നിട്ട് പിന്നെ ഇവിടെ തൈരുണ്ട്. തൈര് ഞാൻ എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കട്ടയായിട്ടുള്ള തൈരായിരുന്നു കേട്ടോ. ആ തൈരിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച വഴുതനങ്ങയും പിന്നെ മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും